ഭരിച്ചെടുക്കാൻ ഒരു ആൺതരി പോലും ഇല്ലാത്തവർക്കും ഈ ഭീരുക്കളെ വെച്ച് അവൻ എന്തുണ്ടാക്കാനാ? ശരിയാണ് സാർ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഭീരുക്കളായിരുന്നു. ശക്തിയില്ലായിരുന്നു, വിശ്വാസമില്ലായിരുന്നു. മരണം ഞങ്ങളുടെ മേൽ ചുവട് വെച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ ശത്രുവിനെ മാരിയമ്മന്റെ മുന്നിൽ വെച്ച് അവൻ കഴുത്തറത്തില്ലേ? അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മരണത്തിന് മുന്നിൽ ചുവട് വെച്ചാടി. നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. അഹമ്മദ് കുട്ടിയെ നിന്റെ അമ്മേനെ കെട്ടുവാ. നിന്റെ അച്ഛനെ കെട്ടോളൂ പന്നി. എന്റെ അച്ഛന്റെ അച്ഛൻ ഓടെ നായിന്റെ മോനെ. ഓടി നായിന്റെ മോളെ. അത് തന്നെ നല്ല ഗുമ്മു സ്ഥലം. അയ്യോ കർത്താവേ, ഓ എന്നെ ഇന്ന് കൊന്ന്. യു ദ ഡ്രൈവർ? അതേ കൊച്ചു മുതലാളി. കൊച്ചി മുതലാളിയാ? ചെമ്മനെ ഇറങ്ങിട്ട് 50 രൂപ പാട്ടി. Call me dude. എന്താ തന്റെ പേര്? എന്റെ പേര് പൈലിയ വട്ടക്കുഴി. Too bad. മാറ്റാം. ഇന്ന് മുതൽ ഡ്രാഗൺ പൈലി മതി. How's that boy? Yeah. Key. Boy, നിങ്ങൾ എസ്റ്റേറ്റിലോട്ട് പോയിക്കോളൂ. മിസ്റ്റർ ഡ്രാഗൺ, യു ഫോളോ മീ. ഇന്ന് എന്തായാലും ഒന്ന് മുടി വെട്ടണം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, കട ഓർക്കൂല. എല്ലാ പുഴമാരും മുടി വെട്ടാൻ തീരുമാനിക്കുന്നത് ചൊവ്വാഴ്ചയായിരിക്കും. ഇയാളെ സുന്ദരനാക്കോ അനങ്ങാതിരുന്നോ? ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തപ്പീനാറാകും. ഉമ്മോ അതൊക്കെ രാത്രി. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഓക്കെ അല്ലേ? എന്ത് ചെയ്തിട്ടും കൂടെ ഒരു മെനയാവണില്ലല്ലോ സജി. ഈ ടെൻഷൻ അടിക്കില്ലേ നീ? വാ. ഇതെന്തോരം ലൈറ്റ് വെച്ചോട് കത്തിച്ചിട്ടേക്കണേ. കറണ്ട് കാശ് കൊടുക്കാൻ മുടിയൂലോ. ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് റോസ്റ്റ്, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, നെയ്മീൻ, ചാളക്കറി, അയലക്കറി, ബീഫ്, പൊറോട്ട, ചപ്പാത്തി, മസാല വെച്ച് നിരത്തി, വട, പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ സുഖയും മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം, മുട്ടക്കറിയുണ്ട്, പുട്ടും കടലുണ്ട്. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ അപ്പം, കടലുണ്ട്, പുട്ടും മുട്ടക്കറിയുണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. എന്താണ് തന്റെ കൈയൊന്ന് കാണിക്കാൻ? സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നേ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണത്. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇപ്പൊ നഖം വെട്ടാത്തതിനാ പ്രശ്നം. ആരാന്നറിയോ? തീവ്രവാദിയാ. ഈ ബാറിക്കുന്ന രാജ്യം മുഴുവൻ ഞാൻ തടക്കും. കാത്തിരിക്കുക, കാണുക. അമ്മേന്ന് ശരിക്കും വിളിച്ചു. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഓക്കെ ബൈ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.